നമ്മളിന്ന് ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള അപ്രോച്ചുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. നമുക്കൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ബിഗാൻ വിത്ത് ദ മോറൽ ആൻഡ് മെൻ്റൽ ഹൈജീൻ മൂവ്മെൻറ്റ്. ഇപ്പം 19-18 നൂറ്റാണ്ടുകളിലുണ്ടായിരുന്ന മോറൽ ആൻഡ് മെൻ്റൽ ഹൈജീൻ മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് അപ്രോച്ചുകൾ ഉണ്ടായി തുടങ്ങിയത്. അഡ്വക്കേറ്റ് ഹ്യൂമൻ ആൻഡ് റെസ്പോൺസിബിൾ കെയർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് പേഷ്യൻസ്. നേരത്തെ ഇത്തരത്തിൽ മെൻ്റൽ ഡിസോർഡർ ആയിട്ടുള്ള ആളുകളെ കണ്ടിരുന്നത് വളരെ മോശം രീതിയിലായിരുന്നു അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. അത് മാറി അവർക്ക് നല്ല കെയർ കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റൊക്കെ ഉണ്ടായി. എൻകറേജ് ആൻഡ് റീഇൻഫോഴ്സ് സോഷ്യൽ ഇൻട്രാക്ഷൻ. അവരെ സൊസൈറ്റിയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നെങ്കിൽ പകരം അവർക്ക് വേണ്ട സോഷ്യൽ ഇൻട്രാക്ഷനാണ് എന്നും ഉള്ള ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിച്ചു. മെൻ്റൽ ഹൈജീൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് മോറൽ തെറാപ്പി. മോറൽ തെറാപ്പി എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഈ 18 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായി വന്നിരുന്ന ഒരു കൺസെപ്റ്റാണ്. അതിനെ പിന്തുടർന്നാണ് മെൻ്റൽ ഹൈജീൻ മൂവ്മെൻറ്റുകൾ ഉണ്ടായി വന്നിരിക്കുന്നത്. ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ശരിയായ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരു മെൻ്റൽ പേഷ്യൻസിന് ഉണ്ടാക്കി കൊടുക്കണം എന്ന കൺസെപ്റ്റാണ് ഇതിന് രണ്ടിനുള്ളത്. പയനിയർ ഇൻ ദി മെൻ്റൽ റീഫോം വെയർ പൈനൽ, വില്യം ഡ്യൂക്ക്, ബെഞ്ചമിൻ റഷ്, ഡൊറോത്തി ഡിക്സ്. ഇവരൊക്കെയാണ് അതിൻ്റെ പയനിയേഴ്സായിട്ട് വർക്ക് ചെയ്തത്. ഈ അപ്രോച്ചിനകത്ത് നമ്മൾ 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്: സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ബിഹേവിയറൽ അപ്രോച്ച്. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്. അപ്പോൾ നമുക്കറിയാം സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഡിസ്കവർഡ് ദ അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ സൈക്കോപത്തോളജി ബൈ യൂസിങ് ദി ടെക്നിക് ഓഫ് ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ഫ്രൂയിഡിയൻ സ്ലിപ്സ്. അതായത് അൺകോൺഷ്യസ് മൈൻഡിന് സൈക്കോപത്തോളജിയിൽ ഉണ്ടാക്കാൻ അങ്ങനെ വരുത്തുന്നതിനുള്ള കാരണങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. അതിന് 3 ടെക്നിക്കുകൾ ഉപയോഗിച്ചിരുന്നു: ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ഫ്രൂയിഡിയൻ സ്ലിപ്സ്. ഫ്രോയിഡ് എംഫസൈസ് ഓൺ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ് ആൻഡ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് എല്ലാ കൺസെപ്റ്റിനകത്ത് പറയുന്ന കാര്യം ഇതാണ്: ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സുമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ദ കോർ എലമെൻറ്റ് ഓഫ് ദി അപ്രോച്ച് ഇൻക്ലൂഡ് അനാലിസിസ് ഓഫ് മെൻ്റൽ സ്ട്രക്ചർ, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, ആങ്സൈറ്റി ആൻഡ് ഡിഫെൻസ് മെക്കാനിസം, സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പി. അപ്പോൾ ഈ അപ്രോച്ചുകളിൽ നമുക്ക് കുറേ കൂടി ലെങ്തായിട്ട് വരുന്ന ഒരു അപ്രോച്ചാണ് ഈ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ. സൈക്കോ അനാലിസിസ് ഓഫ് മെൻ്റൽ സ്ട്രക്ചർ. ഹ്യൂമൻ സൈക്കി കൺസിസ്റ്റ് ഓഫ് ഇദ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ദേ ആർ കോൺഫ്ലിക്റ്റ് കോൾഡ് ഇൻട്രാ സൈക്കി കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഹ്യൂമൻ സൈക്കി എന്ന് പറഞ്ഞാൽ ഇതും ഈഗോയും സൂപ്പർ ഈഗോയും കൂടെ കൂടി ചേർന്നിട്ടുള്ളതാണ്. അവരെപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലായിരിക്കും നിലനിൽക്കുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ആൻഡ് ഇൻസ്റ്റിങ്ച്വൽ പാർട്ട് ഓഫ് ദി സൈക്കി. അതായത് ഏറ്റവും പ്രിമിറ്റീവ് ആയിരിക്കും, ഇൻസ്റ്റിങ്ച്വൽ ആയിരിക്കും അത് അതിൻ്റെ നേച്ചർ എന്ന് പറയും. സോഴ്സ് ഓഫ് അവർ മോസ്റ്റ് ബേസിക് ഡ്രൈവ്സ് സച്ച് ആസ് ഹങ്കർ, തേഴ്സ്റ്റ്, സെക്ഷൽ ഡിസൈർ. അതിൻ്റെയൊക്കെ ഒരു ഡ്രൈവിംഗ് സോഴ്സ് ആയിരിക്കും ഈ ഇതെന്ന് പറയുന്നത്. ഓപ്പറേറ്റ്സ് ഓൺ ദി പ്ലഷർ പ്രിൻസിപ്പിൾ, സീക്ക് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് ഡിസയർ വിത്തൗട്ട് കൺസിഡറിങ് ദി കോൺസിക്വൻസസ്. അതായത് ഇതെന്ന് പറയുന്ന ഒരു കുട്ടിയെപ്പോലെ ആയിരിക്കും, എപ്പോഴും സന്തോഷത്തിന് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിന് എപ്പോഴും എന്ത് സാഹചര്യമാണെങ്കിലും അത് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണം. അങ്ങനെ ഒരു കുട്ടിയെപ്പോലെയുള്ള ഒരു നേച്ചറാണ് ഇതിനുള്ളത്. ദ എനർജി വിത്തിൻ ദ ഇത് ഈസ് ലേബിൾഡ് ആസ് ലിബിഡോ. ലിബിഡോ എന്നാണ് അതിൻ്റെ എനർജീനെ പറയുന്നത്. ദ തിങ്കിങ് പാറ്റേൺ ഓഫ് ദി ഇദ് ആർ ഇല്ലോജിക്കൽ, ഇറാഷണൽ, ഇമോഷണൽ, ഇമ്മച്വർ ആൻഡ് പ്യൂർലി സെൽഫിഷ്. ഓക്കെ. അടുത്താണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ റെസ്പോൺസിബിൾ ഫോർ ഡീലിംഗ് വിത്ത് റിയാലിറ്റി. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് ദ റാഷണൽ ആൻഡ് ലോജിക്കൽ പാർട്ട് ഓഫ് ദി സൈക്കി. ഓക്കെ. ഇറ്റ് ഹെൽപ്സ് us navigate the demand of the external world. Okay. Operates on reality principle, seeking to balance the demand of id with the constraint of the external world. അതായത്
ഈഗോയാണ് ഈ പറയുന്ന പോലെ ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. അത് വളരെ റാഷണലായിട്ടുള്ള പാർട്ടാണ്. എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈഗോ വർക്ക് ചെയ്യുന്നത്. The ego tries to resolve conflict between the demand of the id within the permitted boundaries of superego. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ഈഗോ അനുവദിക്കുന്ന ആ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ ഈഗോയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈഗോയാണ് ഇവർ തമ്മിലുള്ള ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുന്ന ആൾ. ഇനി സൂപ്പർ ഈഗോ എന്താണെന്ന് നോക്കാം. മോറൽ ആൻഡ് എത്തിക്കൽ കമ്പോണൻറ്റ്സ് ഓഫ് ദി സൈക്കി. അതായത് മോറലും എത്തിക്കലുമായിട്ടുള്ള കമ്പോണൻ്റാണ് സൈക്കിയുടെ കമ്പോണൻ്റാണത്. ഇറ്റ് റെപ്രസെൻറ്റ് അവർ ഇൻറ്റേർണലൈസ്ഡ് വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിങ് അവർ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, അവർ ബിലീഫ്സ്. നമ്മുടെ റൈറ്റ് ഓർ റോങ് ബിലീഫ്സും ഒക്കെ ഇതിനെ ആണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അത് ചിലപ്പം നമുക്ക് തിരിച്ചറിയണമെന്ന് കൂടിയില്ല. നമ്മൾ തിരിച്ചറിയാത്ത തരത്തിലുള്ള നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അവർ സെൻസ് ഓഫ് ഗിൽറ്റ് ആൻഡ് ഷെയിം. ഇതാണ് ഗിൽറ്റിനും ഷെയിമിനും കാരണമായി വർക്ക് ചെയ്യുന്ന ഒരു പാർട്ട് സൂപ്പർ ഈഗോ. ഓക്കെ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈഗോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കി അറിയാം, മൂന്നിനകത്തും വരുന്നതാണ് ഈഗോ. എന്തിനകത്ത് വരും? കോൺഷ്യസ് പാർട്ടിനകത്ത് വരും. ആ വെള്ളത്തിന് മേളിൽ കാണുന്നതാണ് കോൺഷ്യസ് പാർട്ട്. വെള്ളത്തിന് തൊട്ട് താഴെ വരുന്നതാണ് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്ന് പറയും. അതിന് ഏറ്റവും അടിയിൽ വരുന്നതാണ് അൺകോൺഷ്യസ്. ആ വലിയ ഭാഗമാണ് അൺകോൺഷ്യസ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഈഗോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോൺഷ്യസിനകത്തും സബ് കോൺഷ്യസിനകത്തും വരുന്ന കാര്യമാണ്. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഈ അൺകോൺഷ്യസിനകത്ത് വരുന്നുള്ളൂ, സ്വല്പം. ഈഗോ എന്ന് പറയുന്നത് ഫുള്ളി അൺകോൺഷ്യസിനകത്ത് ഒന്നുകൂടെ പറയാം. ഈഗോ എന്ന് പറയുന്നത് കോൺഷ്യസിനകത്തും സബ് കോൺഷ്യസിനകത്തും വരുന്ന ഭാഗമാണ്. ഇത് എന്ന് പറയുന്നത് ഫുള്ളായിട്ടും അൺകോൺഷ്യസിനകത്ത് വരുന്ന ഭാഗമാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഈ അൺകോൺഷ്യസിനകത്തും ഫുള്ളായിട്ട് വരുന്നുണ്ട്, കോൺഷ്യസിനകത്തും വരുന്നുണ്ട്, സബ് കോൺഷ്യസിനകത്തും വരുന്ന ഒരു ഭാഗമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇതൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോയുടെ. ഓക്കെ, അടുത്താണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. നമുക്കറിയാം 3 കോൺഷ്യസ്നെസ് ആണുള്ളത്: കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. കോൺഷ്യസ് എന്താണെന്ന് നോക്കാം. ദ കോൺഷ്യസ് ലെവൽ ഇൻക്ലൂഡ്സ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് പെർസെപ്ഷൻ ദാറ്റ് ആർ അവെയർ ഓഫ്. നമുക്ക് അറിയാവുന്ന നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ വരുന്ന കാര്യമാണ് ഈ കോൺഷ്യസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എവിടെയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ വരുന്ന ഭാഗമാണ് കോൺഷ്യസ് എന്ന് പറയുന്നത്. പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ദ പ്രീ കോൺഷ്യസ് ലെവൽ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നോട്ട് കറൻ്റ്ലി ഇൻ അവർ അവെയർനെസ് ബട്ട് ക്യാൻ ബി ഈസിലി accessed. This include memories, knowledge and experience that we are not currently thinking about, but we can brought to consciousness with some effort. അതായത് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ അറിവുകൾ, എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ മെമ്മറീസ്, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് എന്ന് പറയുന്ന ഭാഗം. നമുക്കിപ്പം എന്താ പറയുക, അതിനെപ്പറ്റി ഇപ്പോൾ ചിന്ത ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നിങ്ങൾ എങ്ങനെയുണ്ട്, എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചൊന്നും നടക്കത്തില്ല. പക്ഷേ നമുക്ക് ഓർത്തെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തെടുക്കും. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ മെമ്മറീസ്, അറിവുകൾ, എക്സ്പീരിയൻസിനെയൊക്കെയാണ് ഈ പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗമാണ് അൺകോൺഷ്യസ്. ദ അൺകോൺഷ്യസ് ലെവൽ ഇൻക്ലൂഡ് റിപ്രസ്ഡ് മെമ്മറീസ്, ഇൻസ്റ്റിങ്ക്ട്സ് ആൻഡ് ഡിസയർ ദാറ്റ് ആർ നോട്ട് ആക്സസബിൾ ടു അവർ കോൺഷ്യസ് അവെയർനെസ്. This include unresolved conflict, traumatic experience and unconscious motives that influence our behavior and emotions. നമ്മുടെ സ്വഭാവത്തെയും ഇമോഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മൾ റിപ്രസ് ചെയ്തിട്ടുള്ള നമ്മുടെ മെമ്മറികൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇൻസ്റ്റിങ്ക്ട്സ് ഒക്കെയാണ് ഈ
അൺകോൺഷ്യസ് പാർട്ടിലേക്ക് ഉള്ളത്. അതൊന്നും നമുക്ക് ഓർത്തെടുക്കാനോ നമ്മുടെ കോൺഷ്യസ് പാർട്ടിലേക്ക് കൊണ്ടുവരാനോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ലെവൽ ഓഫ് കോൺഷ്യസ്, 3 ലെവലിലുള്ള കോൺഷ്യസ്നെസ്സാണ് മനുഷ്യനുള്ളത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണിത്. കോൺഷ്യസ് ലെവലിനകത്ത് തോട്ടും പെർസെപ്ഷനും വരുന്നു, സബ് കോൺഷ്യസിനകത്ത് വരുന്ന മെമ്മറീസും സ്റ്റോർഡ് നോളജും വരുന്നു, അൺകോൺഷ്യസിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന ഫിയേഴ്സ്, വയലൻറ്റ് മോട്ടീവ്സ്, അൺഅക്സെപ്റ്റബിൾ സെക്ഷൽ ഡിസൈർസ്, ഇറാഷണൽ വിഷസ്, ഇമ്മോറൽ അർജസ്, ഷെയിംഫുൾ എക്സ്പീരിയൻസ്, സെൽഫിഷ് നീഡ്സ്. ഇതൊക്കെ വരുന്നത് അൺകോൺഷ്യസ് ലെവലിനകത്ത് ഇനി അടുത്താണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷവും ഫസ്റ്റ് ഇയർ പഠിച്ചാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അറിയാം നമുക്ക്. ഓറൽ സ്റ്റേജ് ഉണ്ട്, അനൽ സ്റ്റേജ് ഉണ്ട്, ഫാൽ സ്റ്റേജ് ഉണ്ട്, ലേറ്റൻസി സ്റ്റേജ് ഉണ്ട്, ജെനിറ്റൽ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജും എന്താണെന്ന് നോക്കാം. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓഫ് ബർത്ത് എന്നാണ് പറയുന്നത്. അത് ജനിക്കുന്ന മുതൽ 2 വയസ്സ് വരെയാണ് ഇത് നീണ്ടിരിക്കുന്നത്. ഫോക്കസ് ഓൺ ഓറൽ പ്രഷർ സച്ച് ആസ് സക്കിംഗ് ആൻഡ് ബൈറ്റിംഗ്. This stage is important for the development of trust and attachment. Fixation, nail biting, chewing pencil, paper and smoking cigarettes. അപ്പോൾ അതായത് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ ഓറൽ മൗത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേടിയെടുക്കുന്നത്. മാത്രമല്ല ഈ സ്റ്റേജിന് ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രസ്റ്റ് ആൻഡ് അറ്റാച്ച്മെൻറ്റും ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഫിക്സേഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. കാരണം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഈ സ്റ്റേജിനകത്തുള്ള നമ്മുടെ ഡ്യൂട്ടികൾ നിറവേറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെന്ത് നാം കടിക്കുന്നതായിട്ടും പിന്നെ പെൻസിലും പേനയൊക്കെ കടിക്കുന്നു, പിന്നെ സിഗരറ്റ് വലിക്കുന്നു, ഇതിനൊക്കെ കാരണമാകും. പിന്നീട് അതൊക്കെ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടായി വരുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത്. അടുത്താണ് അനൽ സ്റ്റേജ്. അത് 2 to 3 വയസ്സ് വരെയാണ് ഉള്ളത്. ഫോക്കസ് ഓൺ ബൗൾ മൂവ്മെൻറ്റ്സ് ആൻഡ് ടോയ്ലറ്റ് ട്രെയിനിങ്. ദിസ് സ്റ്റേജ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഓട്ടോണമി. ഇതാണ് ഈ ഒരു സ്റ്റേജിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സെൽഫ് കൺട്രോളും ഓട്ടോണമി ആയിരിക്കും. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഈ സമയത്തുണ്ടാകുന്ന ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സ്ട്രിക്റ്റ് ഫോളോയിങ് റൂൾസ് ആൻഡ് ലോസ്. അപ്പം ഈ ഫ്രോയിഡിൻ്റെ തിയറി അനുസരിച്ച് ഈ ഇങ്ങനെയുള്ള വെരി നീറ്റും ക്ലീനും ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട് റൂൾസിനെയും ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അനൽ സ്റ്റേജിൽ ഫിക്സേഷൻ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് നോക്കുകയാണെങ്കിൽ പറയാം. അയാൾ അനൽ സ്റ്റേജ് കൃത്യമായിട്ട് പാസ്സായി പോയിട്ടില്ല, അവിടെ എന്തൊക്കെയോ ലാഗ് ഉണ്ടായിട്ടുണ്ട്. അടുത്താണ് ഫാലിക് സ്റ്റേജ്, 3ാമത്തെ സ്റ്റേജാണ്. 3 മുതൽ 5 വയസ്സ് വരെയാണ് ഉള്ളത്. ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫോക്കസ് ഓഫ് ജെനിറ്റൽ ആൻഡ് സെക്ഷൽ ക്യൂരിയോസിറ്റി. This stage is important for the development of gender identity and the Oedipus complex and Electra complex. നമുക്കറിയാം ഇഡിപ്പസും ഇലക്ട്ര കോംപ്ലക്സും എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു കുട്ടിയായിരിക്കും തന്നെ നമുക്കൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ആൺകുട്ടികൾക്കാണെങ്കിൽ അമ്മയോടുണ്ടാവും, പെൺകുട്ടികൾക്കാണെങ്കിൽ അച്ഛനോടും ഉണ്ടാവും. അത് നമ്മൾ അറിയുന്നില്ല. ഒരു ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ അതൊരു തരത്തിലുള്ള എന്താണ് പറയുന്നത്, ഒരു സെക്ഷൽ കണ്ടൻറ്റും കൂടെ ഉള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അതിനെയാണ് ഇഡിപ്പസും ഇലക്ട്ര കോംപ്ലക്സും എന്ന് പറയുന്നത്. അടുത്താണ് ലേറ്റൻസി സ്റ്റേജ്. ദ ഏജ് ഓഫ് ദി 5 to 12, 5 മുതൽ 12 വയസ്സ് വരെയാണ്. ക്യാരക്ടർ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആബ്സെൻസ് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ് ആൻഡ് ഫോക്കസ് ഓൺ സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇതാണ് ലേറ്റൻസി സ്റ്റേജിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത്. അടുത്താണ് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ ജെനിറ്റൽ സ്റ്റേജ് ഒക്യൂർഡ് ഡ്യൂറിങ് അഡോളസൻസ് ആൻഡ് അഡൽട്ട്ഹുഡ്. ഈ പ്രായത്തിലാണ് അത് ഉണ്ടാകുന്നത്. ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ്, അതിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റിന്യൂഡ് ഫോക്കസ് ഓൺ ജെനിറ്റൽ പ്രഷർ ആൻഡ് സെക്ഷൽ ഡിസയർ. ഓക്കെ, നമുക്കറിയാം പ്രായത്തിൻ്റെ പ്രത്യേകത അറിയാം. This stage is important for the development of mature sexual relationship and emotional intimacy. For development of mature sexual relationship and emotional intimacy. ഓക്കെ, ഇതാണ് അടുത്ത കാര്യം.
അടുത്ത ഈ ഭാഗത്തിനകത്ത് പഠിക്കാനുള്ളതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ട്. റിയാലിറ്റി ആങ്സൈറ്റി ഉണ്ട്, ന്യൂറോട്ടിക് ആങ്സൈറ്റി ഉണ്ട്, മോറൽ ആങ്സൈറ്റി ഉണ്ട്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. റിയാലിറ്റി ആങ്സൈറ്റി. ദിസ് ഈസ് ആങ്സൈറ്റി ദാറ്റ് അറൈസ് ഇൻ റെസ്പോൺസ് ടു റിയൽ എക്സ്റ്റേണൽ ത്രെറ്റ്സ് or dangers. It is a normal and healthy response that motivates us to take appropriate action to protect ourselves. Real and external danger. റിയൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡേഞ്ചറിനെ തുടർന്ന് ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റിയാണ് ഉള്ളത്. ഇത് നല്ല ഒരു നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസ്പോൺസാണ്. ഇത് ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലോട്ട് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫീലിംഗ് ആൻഷ്യസ് വൈൽ വാക്കിംഗ് എലോൺ ഇൻ എ ഡാർക്ക് അലേ. ഉറപ്പായും നമ്മൾ ഇരുട്ടിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ കുറേ കൂടി പ്രിപ്പയർ ആയിരിക്കണം. നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാകണം. നമ്മളെന്തിനും തയ്യാറായിരിക്കണം. കാരണം നമ്മളെ തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ന്യൂറോട്ടിക് ആൻസൈറ്റി. ദിസ് ഈസ് ആൻസൈറ്റി ദാറ്റ് അറൈസ് ഇൻ എ റെസ്പോൺസ് ടു ആൻ അൺകോൺഷ്യസ് ഫിയർ ഓർ ഇമ്പൾസ് ദാറ്റ് ഈസ് ഡീംഡ് അൺഅക്സെപ്റ്റബിളി ബൈ ദി ഈഗോ. അതാണ് ന്യൂറോട്ടിക് ആങ്സൈറ്റി. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു എ റേഞ്ച് ഓഫ് സൈക്കോളജിക്കൽ സിംറ്റംസ് ആൻഡ് ഈസ് ഓഫ്റ്റൻ റിസൾട്ട് ഓഫ് റിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ്. റിസോൾവ്ഡ് കോൺഫ്ലിക്റ്റുകൾ മൂലമുണ്ടാവുന്ന ഒരു ഇതാണ് ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫീലിംഗ് ആങ്ഷ്യസ് എബൌട്ട് എ റിക്കറൻറ്റ് തോട്ട് ഓർ ഇമ്പൾസ് ദാറ്റ് ഈസ് ഡിസ്റ്റർബിംഗ് ഓർ അൺസെറ്റിൽഡ്. അപ്പോൾ അതുമൂലമാണ് ഇത്തരത്തിലുള്ള ഫീലിംഗ് ആൻഷ്യസ് ഉണ്ടാവുന്നത്. ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അൺസെറ്റിൽഡ് ആയിട്ടുള്ള ഇമ്പൾസ് കൊണ്ടാണ് ഒരു ആങ്സൈറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആങ്സൈറ്റികളെയാണ് ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അടുത്താണ് മോറൽ ആങ്സൈറ്റി. ദിസ് ഈസ് ആങ്സൈറ്റി ദാറ്റ് അറൈസിങ് ഇൻ റെസ്പോൺസ് ടു എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽസ് അൺകോൺഷ്യസ് ഡിസൈർസ് ആൻഡ് ദ moral standard of society. It can lead to feeling of guilt, shame and a sense of moral responsibility to uphold society norms. ഇതാണ് മോറൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയാം. ഫീലിംഗ് ആങ്ഷ്യസ് അബൌട്ട് എൻഗേജിങ് ഇൻ എ ബിഹേവിയർ ദാറ്റ് ഈസ് ഡീംഡ് ഇമ്മോറൽ ഓർ അൺഎത്തിക്കൽ ബൈ വൺസ് കൾച്ചർ ഓർ സോഷ്യൽ നോംസ്. ഓക്കെ, അടുത്താണ് ഡിഫെൻസ് മെക്കാനിസം. ഡിഫെൻസ് മെക്കാനിസം കുറച്ചുണ്ട്. റിഗ്രഷനുണ്ട്, ഡിനയലുണ്ട്, പ്രൊജക്ഷനുണ്ട്, റാഷണലൈസേഷനുണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇത്തരത്തിൽ കുറേ ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. നമുക്ക് എല്ലാം പഠിക്കേണ്ടതില്ല, പ്രധാനപ്പെട്ട ചിലത് പഠിക്കാം. ഡിഫെൻസ് മെക്കാനിസം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ മൈൻഡിനെ, നമ്മുടെ തന്നെ ആങ്സൈറ്റിനെ റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അൺകോൺഷ്യസ് പാർട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. റിപ്രഷൻ എന്താണെന്ന് നോക്കാം. ദിസ് ഡിഫെൻസ് മെക്കാനിസം ഇൻവോൾവ് അൺകോൺഷ്യസ്ലി പുഷിംഗ് അൺവാണ്ടഡ് ഓർ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് തോട്ട്സ്, മെമ്മറീസ് ഓർ ഇമ്പൾസസ് ഔട്ട് ഓഫ് കോൺഷ്യസ് അവയർനെസ്. It is the most basic defense mechanism that help us avoiding feelings of anxiety and discomfort. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടാത്ത ചിന്തകളെയും ആങ്സൈറ്റി ഉണ്ടാക്കുന്ന തോട്ടുകളെയും ഒക്കെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ പേഴ്സൺ ഹൂ ഹാസ് ബീൻ traumatized by an event may repress the memory of the trauma in order to avoid experience the associated anxiety and pain. അടുത്താണ് ഡിനയൽ. ദിസ് ഡിഫെൻസ് മെക്കാനിസം ഇൻവോൾവ് ഡിനയിങ് ദി റിയാലിറ്റി ഓഫ് എ സിറ്റുവേഷൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് ആങ്സൈറ്റി. നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ റിയാലിറ്റിനെ ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. It is often used when the reality is too painful, threatening to acknowledge, and can be a way to cope with a difficult situation. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഡിനയൽ എന്ന് പറയുന്ന ഡിഫെൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ പേഴ്സൺ ഹൂ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എ ടെർമിനൽ ഇൽനെസ്
may deny the reality of their condition in order to avoid feeling of fear and sadness. അപ്പം ടെർമിനൽ ഇൽനെസ് എന്ന് പറയുന്ന ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഉണ്ടാക്കുന്ന വേദനകളെ ഒഴിവാക്കാനായിട്ട് ആളെന്ത് ചെയ്യും, അതിനെ ഡിനൈ ചെയ്യുന്ന ആണ്. അടുത്താണ് പ്രൊജക്ഷൻ. ദിസ് ഡിഫെൻസ് മെക്കാനിസം ഇൻവോൾവ്സ് അട്രിബ്യൂട്ടിങ് അവർ ഓൺ തോട്ട്സ്, ഫീലിങ്സ് ഓർ ഇമ്പൾസസ് ടു സമ്മൺ എൽസ്. നമ്മുടെ തന്നെ തോട്ടും ഫീലിങ്സും ഇമ്പൾസസും മറ്റൊരാളിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ വേ ടു അവോയ്ഡ് ഫേസിങ് അവർ ഓൺ അൺകംഫർട്ടബിൾ ഇമോഷൻ ഓർ ടു പ്രൊട്ടക്റ്റ് അവർ സെൽഫ് എസ്റ്റീം. അപ്പം അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇമോഷനെയും നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, എ പേഴ്സൺ who is having an affair may accuse their partner of being unfaithful in order to avoid feelings of guilt and shame. അതായത് ഒരു പുള്ളിക്കാരന് വേറൊരു വിഹിത ബന്ധമുണ്ടെന്ന് വിചാരിക്കാം. അപ്പം അയാൾക്ക് അതിൽ നിന്നുണ്ടാവുന്ന ഗിൽറ്റും ഷെയിമും ഒഴിവാക്കാനായിട്ട് തൻ്റെ പാർട്ട്ണർ അൺഫെയ്ത്ത്ഫുൾ ആണെന്ന് കാണിക്കുക. അതായത് നിൻ്റെ കുറ്റം കൊണ്ടാണ്, അല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനെ, തൻ്റെ തന്നെ തെറ്റിനെ മറ്റൊരാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ. ദിസ് ഡിഫെൻസ് മെക്കാനിസം ഇൻവോൾവ് ക്രിയേറ്റിംഗ് എ plausible but false explanation for an event or behavior in order to avoid anxiety. It can help us cope with the feelings of guilt or failure, but can also lead to self-deception and denial of responsibility. അതായത് നമ്മുടെ തന്നെ ഒരു പെരുമാറ്റത്തിന് കാരണം അതിനൊരു ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നൽകുക. അതായത് നമുക്ക് പറയാം, എ പേഴ്സൺ ഹൂ ഫെയിൽ ആൻ എക്സാം മേ rationalize their performance by blaming the difficulty of test rather than accepting responsibility for not studying enough. അതായത് ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിക്കുക. അയാൾ പറയാണ്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ചോദ്യം വളരെ പാടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ റാഷണലൈസ് ചെയ്യുക. അയാൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്, അയാൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ അയാൾ ഞാൻ പഠിച്ചു, മതിയായ അളവിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എക്സാം പാടായതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് തോറ്റുപോയി എന്ന് പുള്ളി അതിനെ ഒരു ലോജിക്കലായിട്ട് റാഷണലൈസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അടുത്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദിസ് ഡിഫെൻസ് മെക്കാനിസം ഇൻവോൾവ് റീഡയറക്റ്റിംഗ് ഇമോഷൻ ആൻഡ് ഇമ്പൾസസ് ഫ്രം ദെയർ ഒറിജിനൽ ടാർഗറ്റ് ടു എ ലെസ് ത്രെട്ടനിങ് വൺ. അതായത് നമുക്കൊരാളോടോ അല്ലെങ്കിൽ ഇതിനോടോ ഒരു ഇമോഷൻ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ അത് അവിടെ പ്രകടിപ്പിച്ചാൽ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ അതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ അപകടം ഉണ്ടാക്കുന്ന മറ്റൊന്നിലേക്ക് അതിനെ മാറ്റിവിടുക. ഇപ്പോൾ ഞാൻ പറയാം, അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്ന് പറയത്തില്ലേ. അങ്ങാടി പോയി അടിയുണ്ടാക്കി അവൻ തോറ്റുപോയി, പക്ഷെ അങ്ങാടി പോയി വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും അടി കിട്ടുമെന്നറിയാം. പിന്നെ അമ്മയോടാണ് പിന്നെ അവന് ചെയ്യാൻ എന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ പറ്റും, കാരണം അമ്മ തിരിച്ചൊന്നും ചെയ്യത്തില്ലെന്നറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളതിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ വേ ടു കോപ്പ് വിത്ത് ഫീലിങ്സ് ഓഫ് ആങ്കർ ഓർ ഫ്രസ്ട്രേഷൻ, ബട്ട് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ misplaced aggression or avoidance of conflict. Okay, example നോക്കാം. A person who is angry but their boss may come home and yell at their spouse rather than comforting their boss directly. A person who is angry at their boss may come home and yell at their spouse rather than comforting their boss directly. ആണ് പ്രശ്നം. അതായത് ബോസിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബോസിനോട് നേരിട്ട് പറയാതെ വീട്ടിൽ വന്ന് ഭാര്യയോട് കുട്ടികളോടൊക്കെ മെക്കിട്ട് കയറുന്ന രീതിയാണ് ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2 കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. ഓഫ്റ്റൻ അപ്പിയർ അൺകോൺഷ്യസ്ലി ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, അൺകോൺഷ്യസ്ലി ആണ് ഇത് ഉണ്ടാകുന്നത്. ടെൻഡ് ടു ഡിസ്റ്റോർട്ട് ട്രാൻസ്ഫോം ഓഫ് ഫോൾസിഫൈ റിയാലിറ്റി. നമ്മുടെ റിയാലിറ്റിനെ ട്രാൻസ്ഫോം ചെയ്യും, ശരിക്കുമുള്ള അതായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല.
രണ്ടുമാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സൈക്കോ അനാലിറ്റിക് തെറാപ്പി നോക്കാം. അതിൻ്റെ ഗോളുണ്ട്, ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഗോൾ എന്ന് പറയുന്നത് പ്രൈമറി ഗോൾ ഓഫ് സൈക്കോ അനാലിറ്റിക് തെറാപ്പി ഈസ് ടു ഹെൽപ്പ് ദി patient gain insight into their unconscious thought and emotions in order to resolve the inner conflict and improve psychological functioning. പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പേഷ്യൻ്റ് ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അയാളുടെ അൺകോൺഷ്യസ് തോട്ടിൻ്റെ ഇമോഷനെ പറ്റിയുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അതുവഴിയാണ് അയാളുടെ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കുകയും സൈക്കോളജിക്കൽ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നത്. The therapist work with the patient to uncover repressed or unconscious material and help the patient to explore and understand their thought and feelings in a safe and non-judgmental environment. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെറാപ്പിസ്റ്റ് പേഷ്യൻറ്റുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ റിപ്രസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതങ്ങനെ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ നിന്നുകൊണ്ടാണിത് ചെയ്യുന്നത്. ടെക്നിക്ക്. ദ സൈക്കോ അനാലിറ്റിക് തെറാപ്പി ഇൻവോൾവ് സെവറൽ ടെക്നിക്സ് ഇൻക്ലൂഡ് ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ് ആൻഡ് ട്രാൻസ്ഫറൻസ്. ഫ്രീ അസോസിയേഷൻ എന്താണെന്ന് നോക്കാം. ദ പേഷ്യൻ്റ് ഇൻ എൻകറേജ്ഡ് ടു സ്പീക്ക് ഫ്രീലി ആൻഡ് എക്സ്പ്രസ് എനി തോട്ട്സ് ഓർ ഫീലിങ്സ് thus comes to mind without censoring or editing them. അതായത് ക്ലയൻറ്റിന് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്താണോ തന്നെ മനസ്സിലേക്ക് വരുന്നത് അതിനെ വളരെ ഫ്രീ ആയിട്ട് തുറന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാം. ദിസ് ക്യാൻ ഹെൽപ്പ് റിവീൽ അൺകോൺഷ്യസ് മെറ്റീരിയൽ ദാറ്റ് മേ ബി കോൺട്രിബ്യൂട്ടഡ് ടു ദി പേഷ്യൻ്റ് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്. ഓക്കെ, ഡ്രീം അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഇൻവോൾവ് എക്സ്പ്ലോറിംഗ് പേഷ്യൻ്റ് ഡ്രീം ഫോർ ഇൻസൈറ്റ് ഇൻ ടു ദെയർ അൺകോൺഷ്യസ് തോട്ട് ആൻഡ് ഇമോഷൻസ്. ആ ഡ്രീമിനെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻസിൻ്റെ അൺകോൺഷ്യസ് തോട്ടിനെയും ഇമോഷനെയും മനസ്സിലാക്കുന്ന അതിനെ സംബന്ധിച്ചൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുകയാണ് ഡ്രീം അനാലിസിസോടെ ചെയ്യുന്നത്. ഫ്രോയിഡാണ് പറഞ്ഞത് ഡ്രീം ഈസ് ദ റോയൽ റോഡ് ടു അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പം ഡ്രീമിലൂടെ അത് അൺകോൺഷ്യസിലേക്കുള്ള റോയൽ റോഡാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ഫറൻസ് റെഫേഴ്സ് ടു ദി പേഷ്യൻ്റ് ടെൻഡൻസി ടു പ്രൊട്ടക്ട് ദെയർ ഫീലിങ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓൺ ടു തെറാപ്പിസ്റ്റ്. ഒന്നുകൂടെ പറയാം. ട്രാൻസ്ഫറൻസ് റെഫേഴ്സ് ടു ദി പേഷ്യൻ്റ് ടെൻഡൻസി ടു പ്രൊജക്ട് ദെയർ ഫീലിങ്സ് ആൻഡ് expectation onto therapist based on previous relationship or experiences. The therapist help the patient to recognize and work through these projection in order to gain insight into their unconscious processes. For example, a patient may transfer feelings of anger or disappointment towards their parents onto therapist, and the therapist may help the patient explore these feelings and their underlying causes. അതായത് ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരു ടെൻഡൻസിയാണ് മറ്റുള്ളവരോടുള്ള ഒരു ഫീലിങ്സും അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ തന്നെ തെറാപ്പിസ്റ്റിനേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണിത്, പേഷ്യൻറ്റിനുള്ള ടെൻഡൻസിയാണിത്. ആ ടെൻഡൻസി വഴി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻറ്റിൻ്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സിനകത്ത് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതിന്. അപ്പം ലെങ്ത് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. സൈക്കോ അനാലിറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ലോങ് ടൈം തെറാപ്പിയാണ്. വളരെ വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള ചികിത്സയാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. സ്ലോ പ്രോഗ്രസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ.